ഹായ് ഓൾ, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമുക്ക് വൺ വേർഡായിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടും ഒക്കെ ക്വസ്റ്റ്യൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് ഒബ്ജക്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, നോഷൻ കോസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് മുൻപുള്ള 2 വീഡിയോസ് കാണുക. ഓർഡറായിട്ട് തന്നെ കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോസ്റ്റ് സെൻറ്റർ എന്താണെന്ന് നോക്കാം. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും കോസ്റ്റിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു ബിസിനസ്, ഒരു ഫാക്ടറി, ഒരു ഓർഗനൈസേഷൻ, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇമേജ്, നമുക്ക് ഒരു ഇമാജിനേഷൻ വേണം. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ എവിടെയാണോ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത്, എവിടെയാണോ ബിസിനസ്സിൽ ഏതൊക്കെ ഏരിയാസിലാണോ എവിടെയൊക്കെയാണോ കോസ്റ്റ് വരുന്നത്, ആ ഭാഗങ്ങളെ, ആ സെഗ്മെൻറ്റ്സിനെ ഒക്കെയാണ്, ആ ഡിവിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആവാം, സെക്ഷൻസ് ആവാം, ഡിവിഷൻസ് ആകാം, മെഷീൻസ് ആകാം, പേഴ്സൺസ് ആകാം. അവിടെയൊക്കെ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവയെ എല്ലാത്തിനെയും കളക്റ്റീവായോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയോ നമ്മൾ വിളിക്കുന്നതാണ് കോസ്റ്റ് സെൻറ്റർ എന്ന്. അപ്പോൾ കോസ്റ്റ് സെൻറ്ററിലായിരിക്കും ഒരു സ്ഥാപനത്തിൻ്റെ കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന അല്ലെങ്കിൽ കോസ്റ്റിന് റെസ്പോൺസിബിൾ ആവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കോസ്റ്റ് സെൻറ്ററാണ്. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലൊക്കേഷൻ ആവാം, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആവാം, മെഷീൻ ആവാം, പേഴ്സൺ ആവാം, പ്രോസസ്സ് ആവാം. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ക്ലോത്തുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നു. ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗാർമെൻറ്റ് ഫാക്ടറിയൊക്കെ നിങ്ങൾ സിനിമയിലും അല്ലാതെയൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ ഫാക്ടറിയിൽ പലതരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ അതെന്താണ്? ആ ഫാക്ടറി എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് സെൻറ്ററാണ്. അവിടെ ഡയറക്റ്റായിട്ട് ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ പ്രോഫിറ്റ് ചെയ്യാനായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള മെഷീൻസ്, ആ ലൊക്കേഷൻ, ആ ഫാക്ടറി, അവിടെയുള്ള ലേബർ, ഇതെല്ലാം എന്തിൻ്റെ കീഴിൽ വരും? കോസ്റ്റ് സെൻറ്ററിൽ വരും. അപ്പോൾ ക്ലിയർ ആയോ? കോസ്റ്റ് സെൻറ്റർ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ കോസ്റ്റ് സെൻറ്ററിൻ്റെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ നമുക്ക് ജസ്റ്റ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ICMAയുടെ ഒരു ഡെഫിനിഷൻ, കോസ്റ്റ് സെൻറ്ററുമായി ബന്ധപ്പെട്ട ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. എ ലൊക്കേഷൻ, പേഴ്സൺ ഓർ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ്. എ ലൊക്കേഷൻ, എ പേഴ്സൺ ഓർ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് ദീസ്. ഇത് സിംഗിളായിട്ട് ഓരോന്നോ അല്ലെങ്കിൽ ഇത് ഒരുമിച്ചോ വരാം. ഫോർ വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോസ്റ്റ് കൺട്രോൾ പറഞ്ഞിരുന്നു അല്ലേ? വേസ്റ്റേജ് കുറച്ചുകൊണ്ട് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എവിടെയാണോ, ഏത് ഭാഗത്താണോ, എവിടെയാണോ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്, അതാണ് ആ ഭാഗം അല്ലെങ്കിൽ ആ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഏരിയ അല്ലെങ്കിൽ ആ പേഴ്സൺസ്, ഇവരെല്ലാവരുമോ അല്ലെങ്കിൽ വേറെയാണെങ്കിലും അതാണ് എന്ത്? കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കോസ്റ്റ് സെൻറ്റർ, നമുക്കൊരു അടുക്കള ഒരു കോസ്റ്റ് സെൻറ്ററായിട്ട് പറയാം. കാരണം അടുക്കളയിൽ പ്രത്യേകിച്ച് എന്താ പറയുന്ന, അടുക്കളയിൽ നിന്ന് വരുമാനമൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്നില്ല. പക്ഷേ പച്ചക്കറി ആയിട്ടും പലചരക്കായിട്ടും മറ്റ് ഫുഡ് ഐറ്റംസും എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫ്, നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്?
പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്, അവിടെ ഫുഡ് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്, അവിടെ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കിച്ചൺ അവിടെ എന്താണ്, കോസ്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് പൈസ കൊടുക്കുക, നമ്മുടെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ, നമ്മുടെ ലൈഫിൽ നമ്മൾ ആരോഗ്യവാനായിട്ടിരുന്നാലാണല്ലോ നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ബിസിനസ്സിനും അതുപോലെ തന്നെ ലാഭമുണ്ടാക്കാൻ വേണ്ടി, ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസോ ഡിവിഷൻസോ ഡിപ്പാർട്ട്മെൻറ്റ്സോ പീപ്പിൾസോ മെഷീൻസോ ഇതെല്ലാം അടങ്ങുന്നതാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോസ്റ്റ് യൂണിറ്റ് ആണ്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മൾ കോസ്റ്റ് സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞു. ആ കോസ്റ്റ് സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, സർവീസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോസ്റ്റ് ഏത് രീതിയിലാണോ മെഷർ ചെയ്യുന്നത്, എന്താണോ അതിൻ്റെ യൂണിറ്റ്, ഏത് യൂണിറ്റിനാണോ മെഷർ ചെയ്യുന്നത്, അതാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോട്ടൺ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അവർ പെർ ബെയിൽ, അല്ലെങ്കിൽ സിമെൻറ്റ് ഇൻഡസ്ട്രി ആണെങ്കിൽ പെർ ടൺ, അല്ലെങ്കിൽ ഒരു ചാക്ക് സിമെൻറ്റ്, ഷുഗർ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഒരു ചാക്ക് ഷുഗർ അല്ലെങ്കിൽ ഒരു ടൺ ഷുഗർ, അതിന് ഇത്ര രൂപ, അങ്ങനെയല്ലേ അവർ സെയിൽ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ ബേസാണ്. കോസ്റ്റ് സെൻറ്ററിൽ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ മെഷർമെൻറ്റിൻ്റെ യൂണിറ്റാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് അവർ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയും അല്ലേ? ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ റൂം എടുക്കുമ്പോൾ എങ്ങനെയാ, ഒരു ദിവസത്തേക്ക് റൂമിന് ഇത്ര വാടക, അങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ അങ്ങനെ ഓരോന്നിനും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ വേറെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എങ്ങനെയാണ്, ഒരു മീലിന് ഇത്ര രൂപ, അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ കോസ്റ്റ് യൂണിറ്റ് എന്താ? അപ്പോൾ ക്യാൻറ്റീൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അവിടുത്തെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 1 മീലാണ്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇത് ക്ലിയർ ആയോ? അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തായാലും കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, എ കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ ടൈം in relation to which cost may be ascertained or expressed. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ് നോക്കാം. പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ അല്ലേ, അവിടെയായിരിക്കും ബാക്കി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇനി സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയാണ് വരുന്നത്? പ്രൊവൈഡ് സർവീസസ് ടു പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്ററിന് ആവശ്യമായിട്ടുള്ള സർവീസസ്, പവർ സപ്ലൈ കൊടുക്കുന്നു, വാട്ടർ കൊടുക്കുന്നു, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതൊക്കെ സർവീസ് കോസ്റ്റ് സെൻറ്ററിൽ വരുന്നതാണ്. പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ആളുകളാണ്, ഒരു കൂട്ടം ആളുകളുടെ സേവനമാണ് അല്ലേ, അവർക്ക് നമ്മൾ സാലറി കൊടുക്കണമല്ലോ. അപ്പം അത് ഒരു കോസ്റ്റ് സെൻറ്റർ, അവിടെ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. അവർ നൽകുന്ന സർവീസിന് നമ്മൾ എന്ത് ചെയ്യണം? ദ കോസ്റ്റ് മേ ബി അക്യുമുലേറ്റഡ് ബൈ ഇൻഡിവിജ്വൽസ് ലൈക്ക് വർക്ക്സ് മാനേജർ, ഫോർമാൻ, സ്റ്റോർ കീപ്പർ. ഇനി ഇംപേഴ്സണൽ ആണെങ്കിൽ എന്ന് പറയുന്നത് ആൻ ഐറ്റം ഓഫ് എക്യുപ്മെൻസിൻ്റെ ഒക്കെ ഒരു കേസാണ്. മെഷീൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇംപേഴ്സണൽ അല്ല, മെഷീൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കോസ്റ്റ് സെൻറ്ററിൽ വരുന്നതാണ്. അപ്പോൾ പ്രോസസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഇങ്ങനെ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു,
ചെയ്തിരിക്കുന്നു. ഇതാണ് പ്രോസസ് കോസ്റ്റ് സെൻറ്റർ. ആ പ്രോസസ്സിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ പ്രോസസ്സ് അങ്ങനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസ് അല്ല കോസ്റ്റുകൾ. ഇനി ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമിലർ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഏതെങ്കിലും വെൽഡിങ് ഇൻഡസ്ട്രിയോ ഗ്രൈൻഡിങ് വെൽഡിങ് പോളിഷിങ് അങ്ങനെ ഒരു പർട്ടിക്കുലർ ജോബ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരേപോലെയുള്ള ഒരു വർക്ക് നടത്തുകയാണ്. അപ്പോൾ അതും എന്താണ്? അത് ഓപ്പറേഷൻസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ. എവിടെയാണോ എന്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എവിടെയാണോ കോസ്റ്റ് ജനറേറ്റ് ആവുന്നത്, കോസ്റ്റ് ഇൻകർ ആവുന്നത്, അതാണ് കോസ്റ്റ് സെൻറ്റർ. സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ക്ലിയർ ആയോ? ഇനി അടുത്തത് എന്താണ്? കോസ്റ്റ് ഒബ്ജക്റ്റ്. കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആവാം, സർവീസ് ആവാം, ആക്ടിവിറ്റി ആവാം, പ്രോസസ്സ് ആവാം. ഇതെല്ലാം ഒരു ഒബ്ജക്റ്റാണ്. ഇതിൻ്റെയൊക്കെ ടോട്ടലാണ് കോസ്റ്റ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള കോസ്റ്റ് ഒബ്ജക്റ്റുകൾ വരാം. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ പ്രോഡക്റ്റ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഒരു പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതാണ് അതിൻ്റെ കോസ്റ്റ് ഒബ്ജക്റ്റ്. കാറ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, അങ്ങനത്തെ പല ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സർവീസ് ആണെങ്കിൽ സർവീസ് സെക്ടറിലെ ഒരു ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അവരുടെ സർവീസാണ് എന്ത്? കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എനിത്തിങ് ഫോർ വിച്ച് സെപ്പറേറ്റ് മെഷർമെൻറ്റ് ഓഫ് കോസ്റ്റ് ഈസ് റിക്വയർഡ്. നമുക്ക് സ്പെഷ്യൽ ഒരു കെയർ കൊടുത്ത് അതിൻ്റെ കോസ്റ്റ് നമ്മൾ മനസ്സിലാക്കി എടുക്കണമെന്ന് കരുതുന്നത് എന്താണോ അതാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു പ്രൊഡക്ഷൻ, ഒരു പെൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പേന എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റാണ്. കാർ മാനുഫാക്ചറിങ് ആണെങ്കിൽ കാർ എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് ഒബ്ജക്റ്റാണ്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓൺ എക്സ്പ്ലോറിങ് ആൻഡ് അക്സെപ്റ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ബൈ റിജക്റ്റിംഗ് അനദർ ഓൾട്ടർനേറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരു കാര്യം റിജക്റ്റ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുന്നത്, സിനിമയ്ക്ക് പോകണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ സിനിമയ്ക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ മിസ് ചെയ്യുന്ന വേറൊരു ഓപ്പർച്യൂണിറ്റി, വേറൊരു കാര്യം, എൻ്റെ പഠിക്കാനുള്ള വിലപ്പെട്ട സമയവും എൻ്റെ അറിവും ഒക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാമെന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ബെനഫിറ്റ് ഫോർഗോൺ ഓർ ലോസ്റ്റ്. നമുക്ക് നഷ്ടപ്പെടുന്ന ഈ അവസരം അതാണ് എന്ത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബെനഫിറ്റ് ഫോർഗോൺ ബൈ റിജക്റ്റിംഗ് എ പർട്ടിക്കുലർ കോമ്പീറ്റിംഗ് ഓൾട്ടർനേറ്റീവ് ടു അനദർ കോമ്പീറ്റിംഗ് ഓൾട്ടർനേറ്റീവ് ചോയ്സ്. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തുന്ന മറ്റൊരെണ്ണത്തിൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കോളേജിൽ പോകുന്നുണ്ട് പഠിക്കാൻ വേണ്ടി. 3 വർഷത്തെ കോഴ്സോ 4 വർഷത്തെ കോഴ്സോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം നമ്മുടെ ലൈഫിൽ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ സ്പെൻഡ് ചെയ്യുന്ന സമയം വേറൊരു ജോലിക്കാണ് നമ്മൾ പോയതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വരുമാനം കിട്ടും. നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അങ്ങനെ ചിന്തിച്ച് നമ്മൾ കോളേജിൽ പഠിക്കാമെന്നുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിക്കണം എന്നുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്കിവിടെ നഷ്ടപ്പെടുന്ന നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? നമുക്ക് ഏൺ ചെയ്യാവുന്ന ആ ഒരു ഇൻകമാണ് നമുക്കിവിടെ നഷ്ടപ്പെടുന്നത്. ആ സമയത്ത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏണിങ്സ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നല്ലൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അതാണ് എന്ത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്.
ഇനി നമ്മൾ നേരെ ഓപ്പോസിറ്റ്, എനിക്ക് 3 വർഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ അതിന് മുന്നേ തന്നെ എന്തെങ്കിലും ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളവിടെ നഷ്ടപ്പെടുത്തുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്? നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അറിവും വിദ്യാഭ്യാസവും ഒക്കെയാണ് നമ്മളവിടെ നഷ്ടപ്പെടുത്തുന്നത്. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ വാല്യൂ. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. ദ വാല്യൂ ഓഫ് ബെനഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മളൊരു കാര്യം, ഒരു തീരുമാനം, ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന മറ്റ് ബെനഫിറ്റ്സിൻ്റെ ആ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിൻ്റേത് മനസ്സിലായോ? അപ്പം ഞാനിവിടെ പറയുകയാണ്, ഞാൻ ഒരു കാറ് മേടിക്കാനുള്ള ഡിസിഷൻ എടുക്കുന്നു. ഒരു കാറ് മേടിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെയോ 8 ലക്ഷത്തിൻ്റെയോ കാറ് മേടിക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്താണ്? ആ 8 ലക്ഷമോ 10 ലക്ഷമോ ഞാൻ ബാങ്കിലോ മറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്കെന്ത് ഏൺ ചെയ്യാമായിരുന്നു, അല്ലേ? അപ്പോൾ അവിടെ ഞാൻ നഷ്ടപ്പെടുത്തുന്ന ഓപ്പർച്യൂണിറ്റി, ആ എൻ്റെ ഏണിങ് ഓപ്പർച്യൂണിറ്റിയെ, എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഞാനൊരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ കാൽക്കുലേഷൻ പലപ്പോഴും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് വണ്ണാണ് സങ്ക് കോസ്റ്റ്. സങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇറിക്കവറബിൾ ആണ്, റിക്കവർ ചെയ്യാൻ പറ്റാത്തത്. ഓൾറെഡി ഇൻകേർഡായി, ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇനി അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മളൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഫീസ് കൊടുത്തു, നമ്മൾ ഫീസ് കൊടുത്തു, ഫീസ് കൊടുത്തു. പക്ഷെ കുറച്ച് പഠിച്ചപ്പോൾ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നായി, ഫീസ് നമുക്ക് റിട്ടേൺ തരില്ല. അപ്പോൾ ഓൾറെഡി ആ ഫീസ് എന്തായി? ഫീസ് അവിടെ ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നമുക്കത് തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമ്മളൊന്ന് ചിന്തിക്കുന്നത് നമുക്കത് ആ കോഴ്സ് കണ്ടിന്യൂ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഫ്യൂച്ചറിൽ പാസ്റ്റിൽ നടന്ന ഒരു എക്സ്പെൻസ്, ഒരു കോസ്റ്റ്, അതിന് ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് യാതൊരു തരത്തിലും അത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത തരം ഇറിക്കവറബിൾ ആയിട്ടുള്ള കോസ്റ്റുകളാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. അപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ മെഷീനറി കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി. അതിനി നമുക്ക് പുതിയ തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള മോഡേൺ എക്യുപ്മെൻ്റ് അല്ല എന്ന് നമ്മൾ തോന്നിയപ്പോൾ നമ്മളത് എന്ത് ചെയ്യാൻ പോവുകയാണ്? സെയിൽ ചെയ്യാൻ പോവുകയാണ്. ആ അസറ്റ് എന്ത് ചെയ്യാണ്? സെയിൽ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ അസറ്റ് ഓൾറെഡി പഴയതായി കഴിഞ്ഞ് അത് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ആക്രിയൊക്കെ നമ്മൾ വിൽക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് കിട്ടൂല. അതുപോലെ തന്നെ ഒരുപാട് യൂസ് ചെയ്ത ഒരു മെഷീനറി നമ്മൾ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു രീതിയിലുള്ള ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ആ അസറ്റിൻ്റെ വാല്യൂ എന്താണോ അതാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ അസറ്റിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത ആ വാല്യൂ എന്താണ്? ഇറിക്കവറബിൾ ആയിട്ടുള്ള കോസ്റ്റ് ആണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. എത്ര രൂപയാണോ നമ്മൾ സ്പെൻഡ് ചെയ്തത് ആസറ്റിന് വേണ്ടി, ആ മെഷീനറിക്ക് വേണ്ടി, ആ മെഷീനറിയുടെ വാല്യൂ ഇപ്പോൾ കുറഞ്ഞു. അപ്പോൾ നമുക്ക് വിറ്റ് കിട്ടുന്ന പൈസ ഒഴികെ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, ബാക്കിയുള്ളത് എന്താണ്? നഷ്ടമാണ്. അത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അതാണ് സങ്ക് കോസ്റ്റ്. ഇറിക്കവറബിൾ കോസ്റ്റ് ഇൻകേർഡ് ബൈ ആൻ enterprise in the past which has no influence in its future decision making. ഇതെല്ലാം ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നത്.
ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ആണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ്. അപ്പോൾ ഈ കോസ്റ്റ് ഒരിക്കലും P&Lൊന്നും കാണിക്കുന്നില്ല. ഇത് ആക്ച്വലി നോഷണലാണ്, യഥാർത്ഥത്തിലുള്ളതല്ല, യഥാർത്ഥത്തിൽ ഇൻകർ ആയിട്ടില്ല. പക്ഷേ നമ്മൾ ഇൻകർ ആയതായിട്ട് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു റിയൽ ഒരു പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ സ്വന്തം ബിൽഡിങ്ങിൽ നമ്മൾ ബിസിനസ് ചെയ്യാണ്. ആ ബിൽഡിങ്ങിന് നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അത് നമ്മുടെ സ്വന്തം ബിൽഡിങ്ങാണ്. പക്ഷെ നമ്മളത് റെൻറ്റ് ചാർജ് ചെയ്ത് റെൻറ്റ് കൊടുത്തതായിട്ട് നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? നോഷണൽ ചാർജാണ്. These are charged on the notion that such payments are made by other concern of same industry. അപ്പോൾ നമ്മുടെ തന്നെ ബിൽഡിംഗ് ആണെങ്കിലും നമ്മളത് റെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടി വന്നാൽ എങ്ങനെ വരും? നമ്മളുടെ ബിസിനസ്സിലോട്ട് ആരെങ്കിലും ക്യാപിറ്റൽ, നമ്മുടെ തന്നെ സ്വന്തം ക്യാപിറ്റലാണ്, പക്ഷെ നമ്മുടെ ബിസിനസ്സിലോട്ട് ആരെങ്കിലും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചാർജസ് ഒക്കെ നോഷണൽ കോസ്റ്റ് എന്ന് പറയും. ഇതെല്ലാം എവിടെയാണ് കാണിക്കുന്നത്? കോസ്റ്റ് ബുക്കിലാണ് കാണിക്കുന്നത്. ഇത് കോസ്റ്റ് കമ്പാരിസണെ സഹായിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരുടെ ഒരു കോസ്റ്റും നമ്മുടെ കോസ്റ്റും ഒരു താരതമ്യ പഠനത്തിന്, കമ്പാരിസണ്, കോസ്റ്റ് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഈ ഒരു തരത്തിലുള്ള കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് സഹായിക്കും. ഇതാണ് നോഷണൽ കോസ്റ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു.